ായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. പരലോക ജീവിതത്തിലെ നരകവുമായി ബന്ധപ്പെട്ട അക്രമികൾക്കും അവിശ്വാസികൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ പല രൂപത്തിലായി അവിടെ ഉണ്ടാകുന്ന ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ആ വർണ്ണനകളിൽ വിശുദ്ധ ഖുർആൻ നടത്തിയ ഒരു പരാമർശമാണ് നരകാവകാശികളായ ആളുകൾക്ക് നൽകപ്പെടുന്ന വസ്ത്രത്തെക്കുറിച്ച്. സൂറത്തുൽ ഹജ്ജിലെ 19, 20, 21 വചനങ്ങളിൽ കാണാം, ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫി റബ്ബിഹിം. ഈ രണ്ട് വിഭാഗങ്ങൾ, ഈ നരകത്തിന് അവകാശികളായ ഈ വിഭാഗങ്ങൾ യാതൊരു പ്രമാണവുമില്ലാതെ ദുർവാശിയോടുകൂടി തങ്ങളുടെ റബ്ബിന്റെ വിഷയത്തിൽ തർക്കിച്ചവരായിരുന്നു, ദൈവിക കൽപ്പനകളെ നിഷേധിച്ചവരായിരുന്നു. ഫല്ലദീന കഫറു, അപ്പോൾ ആ നിഷേധികളായ അവിശ്വാസികളായ ആളുകൾക്ക് ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ, അവർക്ക് നരകത്തിൽ നിന്നുള്ള പ്രത്യേകമായ ചില വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, ചുട്ടുതിളക്കുന്ന ദ്രാവകം അവരുടെ തലക്ക് മീതെ കൂടെ അവരുടെ മുകളിലേക്ക് ഒഴിക്കപ്പെടും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതോടുകൂടി അവരുടെ തൊലികളും അവരുടെ വയറുകളിലുള്ളതും അതിന്റെ ചൂടിന്റെ കാഠിന്യം നിമിത്തം അത് ഉരുകി ഒലിക്കാൻ തുടങ്ങും. വലഹും മഖാമിഉ മിൻ ഹദീദ്, തീർച്ചയായും അവർക്ക് ഇതിനൊക്കെ പുറമെ ഇരുമ്പിന്റെ ചില ദണ്ഡുകളും ഉണ്ടായിരിക്കും. പിന്നീട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്. വതറൽ മുജ്രിമീന, പ്രവാചകരെ, അങ്ങേക്ക് അക്രമികളായ തോന്നിവാസികളായ ആളുകളെ ആ ദിവസം അങ്ങേക്ക് അങ്ങയുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. മുഖറനീന ഫിൽ അസ്ഫാദ്, വലിയ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ അവർ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്നത് അങ്ങേക്ക് കാണാം. സറാബീലുഹും മിൻ ഖിത്റാൻ ബിൻ ഖത്തിറാൻ, അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ചില വസ്ത്രങ്ങളുണ്ട്. അത് ഖത്തിറാൻ എന്നുള്ള പ്രത്യേകതരം വസ്ത്രങ്ങളാണ്. ഖത്തിറാൻ എന്നൊക്കെ പറഞ്ഞാല് തീപ്പൊള്ളി മരിക്കുക എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. പ്രത്യേകിച്ച് ആ തീപ്പൊള്ളലിന് കാരണമാകുന്ന ദ്രാവകങ്ങള് അത് കത്തിപ്പടരുന്നതും കത്തിപ്പിടിക്കുന്നതുമായ വസ്തുക്കൾ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന സമയത്ത് തീപ്പൊള്ളലേൽക്കുമ്പോൾ അതിന്റെ മാരകമായ അവസ്ഥ ഒന്നുകൂടി ഭീകരമായി മാറും. ഖത്തിറാൻ എന്നൊക്കെ പറഞ്ഞാൽ ടാറ് പോലെയുള്ള സാധനങ്ങളാണ്. അത് കത്തി, അതിന്റെ ചൂടും അത് കത്തുന്നതിന്റെ അതിന്റെ അവസ്ഥയും കുറച്ചുകൂടി ഭീകരമാണ്. അതുകൊണ്ടാണ് ചുട്ടു നടക്കുന്ന ടാറിലൊക്കെ വീണ ആളുകൾക്ക് അപകടം പറ്റുമ്പോൾ അത് വളരെ ഭീകരമായി അതിന്റെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നത്. നരകാഗ്നിയിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന ഈ തോന്നിവാസികളായ ഒരു ജനതക്ക് അള്ളാഹു ഇതുപോലെയുള്ള കത്തിപ്പിടിക്കുന്ന ദ്രാവകങ്ങൾ കൊണ്ടുള്ള ടാറ് പോലെയുള്ള വസ്തുക്കൾ അവരുടെ ശരീരത്തിലേക്ക് പൊതിച്ചുകൊണ്ട് അതിൽ തീ പടരുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവരുടെ മുഖത്ത് പോലും ആ തീ ആളിക്കത്തി പടരുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാ അർത്ഥത്തിലും വേദനയുടെ നിരന്തരമായ അവസ്ഥകളിലൂടെ, വേദനകളുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിലൂടെ അവരെ കടത്തിവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ വേദന അനുഭവിക്കുക എന്നുള്ളത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. തീർച്ചയായും വേദന അനുഭവിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതിന് സംശയമൊന്നുമില്ല. വേദന എന്നുള്ളത് അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ അനേകം ജീവനുകൾ നഷ്ടപ്പെടാൻ അത് കാരണമാകുമായിരുന്നു.
നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ പറ്റുമ്പോൾ അത് നമ്മൾ അറിയാൻ കാരണമാകുന്നത് വേദനയാണ്. വേദന എന്ന ഒന്ന് അള്ളാഹു അനുഗ്രഹമായി തന്നതാണ്, സംശയമില്ല. എന്നാൽ ആ വേദനയെ അനുഭവിക്കുക എന്നുള്ളത് ഭീകരമാണ്. അത് കഠിനമായ നീണ്ടു നിൽക്കുന്ന വേദനകളാണെങ്കിൽ എത്രത്തോളം പ്രയാസകരമായിരിക്കും. മനുഷ്യന്റെ ശരീരത്തിൽ വേദനകൾ അനുഭവിക്കുന്നതിന്റെ പ്രധാന ഭാഗം, മനുഷ്യന്റെ ശരീരത്തിൽ അതുപോലെ വേദനയെ ആഗിരണം ചെയ്യുന്ന വേറെ ഒന്നില്ല എന്ന് ആധുനിക ശാസ്ത്രം പഠനങ്ങൾ കൊണ്ട് സത്യപ്പെടുത്തിയ ഒന്നാണ് മനുഷ്യന്റെ ചർമ്മം എന്നുള്ളത്, തൊലി എന്നുള്ളത്. മനുഷ്യന്റെ തൊലി, ആ തൊലിയിൽ വേദന അനുഭവിക്കുന്നത് പോലെ വേറെ ശരീരത്തിന്റെ ആ തൊലിക്കടിയിലുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അത്രത്തോളം ഭീകരമായ രൂപത്തിൽ വേദന അനുഭവിക്കുന്ന അവസ്ഥ മാറും. തൊലിയാണ് വേദനയുടെ സംവേദനങ്ങൾ, വേദനയുടെ പ്രധാനമായ കേന്ദ്രമായി നിലകൊള്ളുന്നത്, വേദന അനുഭവിക്കുന്നതിന്റെ പ്രധാനമായ കേന്ദ്രമായി നിലകൊള്ളുന്നത്. ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് സൂചി വെക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ, ഇഞ്ചക്ഷൻ എടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും ആ തൊലിയുടെ മേഖല കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാതെ വേദന അനുഭവപ്പെടാറുണ്ട്. പിന്നീട് ആ വേദനയുടെ രൂപം മാറുകയായി. അതുകൊണ്ട് തന്നെ ചർമ്മമാണ് മനുഷ്യന്റെ ശരീരത്തിലെ വേദനയുടെ പ്രധാനമായി വേദന അനുഭവിക്കാനുള്ള ഭാഗം എന്നുള്ളത് ആധുനിക പഠനങ്ങൾ സത്യപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആൻ ഇതിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. സൂറത്തുൻ നിസായിലെ 56-ാമത്തെ വചനമാണത്. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ചവരായ ആളുകളുണ്ടല്ലോ, നിഷേധിച്ചവരായ ആളുകളുണ്ടല്ലോ, ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, സൗഫ നുസ്ലീഹിം നാറ, സൗഫ നുസ്ലീഹിം നാറ, നാം അവരെ നരകത്തിലിട്ട് അതിന്റെ വേദനയും അതിന്റെ പ്രയാസവും അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖു അൽഅദാബ്. കുല്ലമാ നദിജത് ജുലൂദുഹും, അവരുടെ ശരീരത്തിലെ ചർമ്മങ്ങൾ വെന്തുരുകുന്ന സമയത്ത്, നദിജ എന്ന് പറഞ്ഞാൽ പഴുത്ത് ഭാഗമായി എന്നും, ഒരു വസ്തു വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ പരിപൂർണമായ തിളയിലെത്തുമ്പോൾ ആ വസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൊക്കെയാണ് നദിജ എന്ന് പറയുക. അവരുടെ ശരീരങ്ങള് കത്തി ശക്തമായ ചൂട് കൊണ്ട് അത് വെന്തുപോകുന്ന അവസ്ഥ ഉണ്ടാവും. കുല്ലമാ നദിജത് ജുലൂദുഹും. പുതിയ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ ശരീരത്തിലെ തൊലികൾ ഇങ്ങനെ വെന്ത് തീരുമ്പോഴാണ് പിന്നീട് ആ തീപ്പൊള്ളലേറ്റ ആൾക്ക് ആ വേദന അനുഭവിക്കാൻ കഴിയില്ല. ആ തീപ്പൊള്ളലേറ്റ ആൾക്ക് ആ തൊലി, അതിന്റെ വേദന, അത് വെന്ത് പാകമാകുന്ന സമയത്തോളം അയാൾ അനുഭവിക്കുന്ന വേദന പിന്നെ ഉണ്ടാവില്ല. അവരുടെ ഈ തൊലികൾ കത്തി വെന്ത് തീരുന്ന സമയത്ത്, അത് വെന്തു പോകുന്ന സമയത്ത്, ബദ്ദൽനാഹും, നാം അവർക്ക് പകരമായി നൽകും, ജുലൂദൻ, ചില തൊലികളെ, ചില പുതിയ ചർമ്മങ്ങളെ, ലിയദൂഖു അൽഅദാബ്, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖു അൽഅദാബ്. വെന്തുരുകിയ ഈ ചർമ്മങ്ങൾക്ക് പകരം നാം അവർക്ക് പുതിയ ചർമ്മങ്ങൾ നൽകും. എന്തിനാണ് ആ പുതിയ ചർമ്മങ്ങൾ നൽകുന്നത്? ലിയദൂഖു അൽഅദാബ്, വേദനയെ അവർ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആ വേദന ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചുകൂടല്ലോ. അതുകൊണ്ട് ആ വേദനയുടെ പരിപൂർണത അവർ ആസ്വദിക്കുന്നതിന് വേണ്ടി നാം അവർക്ക് പുതിയ ചർമ്മങ്ങൾ നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു പരാമർശമുണ്ട്. നമുക്ക് ബന്ധിപ്പിക്കപ്പെടുക എന്നുള്ളത്, ബന്ധനസ്ഥനാകുക എന്നുള്ളത് മനുഷ്യന് പ്രയാസകരമാണ്. അത് എല്ലാ ജീവികൾക്കും പ്രയാസകരമാണ്. പക്ഷെ മനുഷ്യനോളം ബന്ധിപ്പിക്കപ്പെടുന്നത് അസഹ്യമായ വേറൊരു ജീവിവർക്കല്ല. ഏതെങ്കിലും ഒരു പക്ഷിയെ നമ്മൾ കൂട്ടിലടിച്ചാൽ നമുക്ക് തോന്നും അത് പ്രയാസപ്പെടുന്നുണ്ട്. അത് ആ കൂട്ടിൽ അതിന് പാറാനും അതിന്റെ യാത്രകൾ നടത്താനും കഴിയാതെ അത് ഒറ്റയ്ക്ക് നിന്ന് പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം, സ്വാഭാവികമാണ്. അതേസമയം അതൊരു മനുഷ്യനെയാണ് ആ രൂപത്തിൽ ബന്ധിച്ചതെങ്കിൽ ആ മനുഷ്യനുണ്ടാകുന്ന അസഹ്യമായ മാനസികമായ പ്രയാസം ഒരിക്കലും ഈ ജീവിവർഗങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. കാരണം അള്ളാഹു മനുഷ്യന് നൽകിയ സവിശേഷമായ ബുദ്ധി അതാണ് അതിന് കാരണമായി മാറുന്നത്. മനുഷ്യന് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കും, താൻ ഇവിടെ ബന്ധനസ്ഥനാണല്ലോ, തന്റെ യാത്രകൾക്ക് വിലങ്ങ് വന്നിരിക്കുന്നു, തനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, തന്റെ യഥേഷ്ടമായ ചലനങ്ങൾ നടക്കുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് മനുഷ്യന് മറ്റു ജീവിവർഗങ്ങൾക്ക് ഇല്ലാത്ത വലിയ പ്രയാസമായി ബന്ധിപ്പിക്കപ്പെടുക എന്നുള്ളത് മാറുന്നത്.
ആ ബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ഒരു പക്ഷെ കുറച്ചു നേരം അനങ്ങാതെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റില്ലായി നിൽക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, നമ്മളെ ഇഷ്ടപ്രകാരം. അതേസമയം നമ്മൾ ആരെങ്കിലും ബന്ധിപ്പിച്ചു എന്ന് തോന്നിയാൽ പിന്നെ ഒരു നിമിഷം നമുക്ക് അവിടെ സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല. അത് ശിക്ഷയുടെ ഘട്ടത്തിലാണെങ്കിലും ശിക്ഷിക്കപ്പെടുന്ന, ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്ന ഘട്ടത്തിൽ അത് ഏറ്റുവാങ്ങുന്ന സമയത്ത് തന്റെ ശരീരങ്ങൾ യഥേഷ്ടം ചലിപ്പിച്ചുകൊണ്ട് ഏറ്റുവാങ്ങുന്നതും തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഒന്നും ചലിപ്പിക്കാൻ കഴിയാതെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ബന്ധനസ്ഥനായ രൂപത്തിൽ ശിക്ഷക്ക് പാത്രമാകുന്നതും തമ്മിൽ രണ്ട്. രണ്ടാമത്തത് കൂടുതൽ ഭീകരമായി അവൻ അനുഭവപ്പെടും, കൂടുതൽ പ്രയാസകരമായി അനുഭവപ്പെടും. അത് നമ്മുടെ മാനസികമായി നമ്മൾ കാണുന്ന, നമ്മുടെ യഥേഷ്ടം നമ്മുടെ ദിനേനയുള്ള ജീവിതത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കുന്നതുമായ ഒരു വിഷയമാണ്. ബലിമൃഗത്തെ ബലിയിറക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും, അതിന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അറുത്ത ഉടനെ അത് അഴിച്ചുവിടാൻ വേണ്ടി നമ്മൾ ധൃതി കാണിക്കും. എന്താ അതിന് കാരണം പറയാല്? അത് ചാവുന്ന സമയമാണെങ്കിലും അതൊന്ന് അതിന്റെ കൈകാലുകൾ ഇട്ടടിച്ച് അതിന്റെ യഥേഷ്ടം പോലെ ചലിച്ചിട്ട് അത് ചത്തുപോവട്ടെ, അതിനെ ബന്ധിപ്പിക്കുന്നത് അതൊരു ക്രൂരതയാണ്, പെട്ടെന്ന് അത് അയച്ചുവിടണം എന്ന് നമ്മുടെ മനസ്സ് പറയാറുണ്ട്. ഒരു ബലിമൃഗത്തെ അറുത്തു കഴിഞ്ഞ ഉടനെ അതെന്താണ്? ആ ബന്ധിപ്പിക്കപ്പെടുക എന്നുള്ളത് അത് നമുക്ക് മാനസികമായും ശാരീരികമായും ഏറെ അസഹ്യമായ ഒരു വിഷയമാണ്. നരകത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് പിന്നീട് നടത്തിയ മനുഷ്യന്റെ ഈ മാനസികാവസ്ഥയെ സൃഷ്ടിച്ച റബ്ബ് ആ മാനസികാവസ്ഥക്ക് ആ രൂപത്തിലുള്ള ശിക്ഷകളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ. തീർച്ചയായും നിഷേധികളായ ഒരു സമൂഹത്തിന് നാം ചില ചങ്ങലകളും ബന്ധിപ്പിക്കാനുള്ള വസ്തുക്കളും കത്തിയാളുന്ന നരകവും നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബന്ധിപ്പിക്കും നാം അവരെ. തങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് യഥേഷ്ടമൊന്ന് കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും കഴിയാതെ മാനസികമായ വല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന രൂപത്തിൽ ആ ശിക്ഷയുടെ പാരമ്യത അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നാം അവരെ ബന്ധിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഹാഖയിൽ തുടർന്ന് പറയുന്നു, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സ്വല്ലൂ. അവനെ പിടിച്ച് ബന്ധിപ്പിക്കൂ നിങ്ങൾ. ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സ്വല്ലൂ. എന്നിട്ട് ആ കത്തിയാളുന്ന നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കൂ നിങ്ങൾ. സുമ്മ ഫീ സിൽസിലത്തിൻ ദിർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. 70 മുഴം നീളമുള്ള ആ വലിയ ചങ്ങലകളിൽ അവനെ ബന്ധിപ്പിക്കാൻ വേണ്ടി പ്രവേശിപ്പിക്കൂ എന്ന് അവരോട് പറയപ്പെടുമെന്നാണ് മലക്കുകളോട്. നോക്കൂ, അത് കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം പ്രയാസമാണ്. പിടിച്ചു ബന്ധിപ്പിക്കൂ എന്ന് നമ്മളൊരാള് പിടിച്ചു കെട്ടിയിടാൻ വേണ്ടി ആജ്ഞാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് എത്ര അസഹ്യമാണ്. അതേസമയം പാരത്രിക ലോകത്ത്, പരലോകത്ത് അതിന്റെ ഏറ്റവും ശക്തമായ ഭയപ്പാടിന്റെ അങ്ങേ ഉത്തുംഗഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ്, ഖുദൂഹു ഫഗുല്ലൂ, പിടിച്ചു ബന്ധിപ്പിക്കൂ, എന്നിട്ട് ബന്ധനസ്ഥനായ രൂപത്തിൽ ആ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഹാഖയിലെ 30, 31, 32 വചനങ്ങളിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്തു തരികയാണ്. അത് മാത്രമല്ല, പരലോകത്ത് വേറെ ചില ആളുകളെ കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉസാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അവിടുന്ന് പറഞ്ഞു, ശമിഅതുഹു യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ, പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും, ഫയുൽഖാ ഫിന്നാർ, അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും, ഫതൻതലിഖു അഖ്താബുഹു ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയേണ്ട താമസം അയാളുടെ ശരീരത്തിൽ നിന്ന് കുടൽമാലകൾ, ആ കുടൽമാലകൾ മലദ്വാരത്തിലൂടെയും മറ്റും പുറത്തേക്ക് വരുന്ന ഭീകരമായ അവസ്ഥയുണ്ടാകും. ഫയദൂറു കമാ യദൂറുൽ ഹിമാറു ബിറഹാഹു, നിങ്ങൾ കണ്ടില്ലേ ഈ കഴുതകൾ, പ്രവാചകൻ പറയാണ്, ഈ കഴുതകൾ ആസുകല്ലിന് ചുറ്റും വട്ടമിടുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആസുകല്ല് എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അമ്മി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ആ ധാന്യങ്ങൾ പൊടിച്ച് പരുവപ്പെടുത്താൻ വേണ്ടി. അത് കുറച്ചുകൂടി കാലങ്ങൾക്ക് മുമ്പ് വ്യാപകമായി മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു.
വലിയ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ വലിയ കല്ലുകളിൽ അതിൽ പ്രത്യേകമായി ധാന്യം ഇടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അതിന് മുകളിലേക്ക് അത് ചതച്ചരക്കാനുള്ള കല്ല് അത് ഒരു കഴുതയുടെ ശരീരവുമായി ബന്ധിപ്പിക്കും. എന്നിട്ട് ആ കഴുത ഈ വലിയ കല്ലിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ഈ കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരുമ്മി അതിനിടയിലുള്ള ധാന്യങ്ങൾ പൊടിക്കുന്ന സംവിധാനത്തിനാണ് ആസുകല്ല് എന്നൊക്കെ പറയുക. ഈ ആസുകല്ലിന് ചുറ്റും കഴുത ഇങ്ങനെ അതിന്റെ ഈ ബന്ധിപ്പിച്ച ഈ കല്ലുമായി ഇങ്ങനെ തിരിയുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ ഇവൻ കുടൽമാലകളുമായി വലിച്ചിഴച്ചുകൊണ്ട് കഴുത ആസുകല്ലിന് ചുറ്റും വട്ടമിടുന്നത് പോലെ ഇവനിങ്ങനെ നരകത്തിലൂടെ ഭീകരമായ അവസ്ഥയിൽ മറ്റാർക്കുമില്ലാത്ത ചില പ്രത്യേകമായ ആളുകൾക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്. അവൻ അങ്ങനെ നടക്കുമ്പോൾ ആ നരകാഗ്നിയിലെ മറ്റുള്ളവരായ ആളുകൾ ഇവനെ കണ്ടിട്ട് അവരൊരുമിച്ച് കൂടുകയാണ്. ഒരുമിച്ച് കൂടുകയാണ്. നരകം എന്ന് പറഞ്ഞാല് ഒരാൾ അങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ എന്നുള്ളതല്ല. അവർക്ക് അതിൻ്റെതായ ശിക്ഷയുടെ പല സന്ദർഭങ്ങൾ ഉണ്ടാകും. ആ ശിക്ഷയുടെ കാഠിന്യങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുന്ന അവസ്ഥകൾ അവിടെ ഉണ്ടാകും. അതൊരു ലോകമാണ്. ആ ലോകത്ത് ഇവർ ചില ആളുകൾ ഒരുമിച്ച് കൂടും ഈ മനുഷ്യന് ചുറ്റും. അയാൾ പേര് വിളിച്ചുകൊണ്ട് പറയും, എന്തേ ഞങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകമായ ഒരു ശിക്ഷാമുറ, ഭീകരമായ ഒരു അവസ്ഥ നിനക്ക്? നീ ആയിരുന്നല്ലോ ദുനിയാവിൽ ഞങ്ങളോട് നന്മ കൽപ്പിച്ചവനായിരുന്നല്ലോ, തിന്മ വിരോധിച്ചവനായിരുന്നല്ലോ, നന്മ ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നല്ലോ, നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നല്ലോ, തൗഹീദുള്ളവരാകാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നല്ലോ, കള്ളം പറയരുത് എന്ന് കൽപ്പിക്കുമായിരുന്നല്ലോ, വഞ്ചന നടത്തരുത് എന്ന് കൽപ്പിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നവനായിരുന്നില്ലേ നീ? മുൻകർ, തിന്മകളിൽ നിന്ന് ഞങ്ങളോട് അരുതെന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ നീ. എന്നിട്ടെന്തേ നീ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കുമ്പം ആ വ്യക്തി പറയാണ്, കുൻതു അമുറുക്കും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നു, നന്മ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നു. വല ആതീഹി, ഞാനത് പ്രവർത്തിച്ചതില്ല. വനഹാകും അനിൽ മുൻകർ, തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. വആതീഹി, ആ തിന്മ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു. നിങ്ങളോട് നന്മ കൽപ്പിക്കും, ആ നന്മ ഞാൻ ചെയ്യില്ല. നിങ്ങളോട് തിന്മ ചെയ്യരുതെന്ന് ഞാൻ പറയും, എന്നാൽ ആ തിന്മ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു. ഇതാണ് ആ മനുഷ്യന് ഭീകരമായ അവസ്ഥയെത്താൻ കാരണമാകുക. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ബാധകമാണ്. ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് പള്ളിയിൽ മിമ്പറിൽ ഖുതുബ പറയുന്ന ആൾക്ക്, അല്ലെങ്കിൽ ദീന് പറയുന്ന പണ്ഡിതന്മാരായ ആളുകൾക്ക്, അല്ലെങ്കിൽ ദീന് പറയുന്ന പ്രഭാഷകന്മാരായ ഇത് എഴുതുകയും പറയുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒരു സാധനം എന്നല്ല, അതെല്ലാവർക്കും ബാധകമാണ്. ആളുകളോട് നന്മ കൽപ്പിക്കുന്നുണ്ടോ? കുടുംബനാഥൻ അത് ബാധകമാണ്. തന്റെ മക്കളോട് നന്മ കൽപ്പിക്കുന്നുണ്ടോ? തിന്മ ചെയ്യരുതെന്ന് പറയുന്നുണ്ടോ? അധ്യാപകർക്ക് അത് ബാധകമാണ്. തന്റെ വിദ്യാർത്ഥികളോട് നന്മ കൽപ്പിക്കുന്നുണ്ടോ? തിന്മ വിരോധിക്കുന്നുണ്ടോ? സമൂഹത്തിലെ മാന്യന്മാരായി വിലയുമുള്ള ആളുകളായി ആളുകളെ ഉപദേശിക്കുന്ന ആളുകൾക്കൊക്കെ അത് ബാധകമാണ്. ആളുകളോട് നന്മ കൽപ്പിക്കുന്നുണ്ടോ? തിന്മ വിരോധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മിമ്പറിൽ കയറുന്ന ആളുകൾക്ക് അത് പ്രത്യേകിച്ച് ബാധകമാണ്. ആളുകളോട് നന്മ കൽപ്പിക്കുന്നുണ്ടോ? തിന്മ വിരോധിക്കുന്നുണ്ടോ? എങ്കിൽ അത് അവര് പാലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഭീകരമായ അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനിലൂടെ താക്കീത് ചെയ്യുകയാണ്. ഈ ഭീകരമായ ശിക്ഷകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരപേക്ഷിക്കുമ്പോഴും സൂറത്ത് ഗാഫിറിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം, നരകത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ മലായിക്കത്തുകളോട് അപേക്ഷിക്കുകയാണ്, ജഹന്നമിന്റെ കാവൽക്കാരായ മാലാകമാരോട്, ആ മല്ലന്മാരോട്, ആ ചിരിക്കാത്തവരോട്, ആ ഭീകരന്മാരായ മലക്കുകളോട്, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും തങ്ങൾക്ക് നൽകുന്ന ശിക്ഷ ഒന്ന് നിർത്തിവെക്കാൻ, അതല്ലെങ്കിൽ അതിലൊരു ചെറിയ ലഘൂകരണം നടത്താൻ നിങ്ങൾക്ക് ഒന്ന് അപേക്ഷിച്ചുകൂടെ? ഞങ്ങളുടെ ഈ ഭീകരമായ അവസ്ഥ നിങ്ങൾ കാണുകയല്ലേ, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഇളവ് നൽകിക്കൂടെ? അല്ല, ഭൗതിക ലോകത്ത് ഇതൊന്നും അറിയാതെ അബദ്ധത്തിൽ വന്നുപെട്ടവരാണോ നിങ്ങൾ? സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ദൈവമുണ്ടെന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണമെന്നൊന്നും അറിയാതെ, ഇതൊന്നും അറിയാതെ, ഇതിനെ കുറിച്ചൊന്നും കേട്ടുകേൾവിയില്ലാത്ത ആളുകളായി ഇവിടെ വന്നവരാണോ? അതല്ല, അള്ളാഹുവിന്റെ കൃത്യമായ താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലേ? പറയതേ, നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കരാവണ്ട. അള്ളാഹു ശിക്ഷിക്കുന്ന ആളുകൾ അവരതിനെ കുറിച്ച് ആശങ്കരായാൽ എത്രയൊക്കെ നിഷേധിച്ചാലും
അവരുടെ ഹൃദയം അവരെ കടന്നുറങ്ങാൻ സമ്മതിക്കൂല. എന്തൊക്കെ ഞാൻ നിഷേധിച്ചാലും ഇത് പറയുന്നത് സത്യമാണ്. ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മാർഗം. ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പോക്ക് തോന്നിവാസമാണ്. ഞാൻ അതിനെ എത്ര ശരിയല്ലെന്ന് പറഞ്ഞാലും എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചിന്തക്ക് ജന്മം നൽകിയ, ഈ ചിന്തക്ക് മുകളിൽ ചിന്തിക്കുന്നവനായ റബ്ബുണ്ട് എന്ന ചിന്ത അവരുടെ ഹൃദയത്തെ നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ആ ചോദ്യം ചെയ്യലിന് ഉത്തരം നൽകാത്തവരാണ് അവിശ്വാസികളായ ആളുകൾ. അവരുടെ ഹൃദയത്തിന്റെ വിളിക്കുത്തരം നൽകാത്തവരാണ്, തെളിവുകളോട് കണ്ണടച്ചവരാണ്. അവരാണ് പറയുന്നത് ഖാലൂ ബല, ഞങ്ങൾക്ക് വന്നിരുന്നു. ഖാലൂ ഫദ്ഉ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഞങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഈ അദാബിൽ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ എന്ന് മലക്കുകൾ അവരുടെ പ്രതീക്ഷക്ക് നിറപ്പെടുത്തിക്കൊണ്ട് പറയുകയും ചെയ്യുമെന്നാണ്. പിന്നീട് സൂറത്തുൽ മുഅ്മിനൂനിൽ അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. റബ്ബേ, ഞങ്ങളെ ഒന്ന് പുറത്തെത്തിച്ചു തരുമോ? വീണ്ടും ഞങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികളാണ്, ഒരവസരം കൂടി നൽകുമോ എന്നവരെ റബ്ബിനോട് അപേക്ഷിക്കുകയാണ്. ഖാല അഖ്സബൂ ബിഹാ വലാ തുകല്ലിമൂൻ, ഖാല അഖ്സബൂ ബിഹാ വലാ തുകല്ലിമൂൻ. നിന്ദ്യരായി അവിടെ കിടന്ന് ആസ്വദിച്ചു കൊള്ളുക. വലാ തുകല്ലിമൂൻ, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ്. താക്കീതുകളുടെ നിരന്തരമായ പ്രളയങ്ങളെ ധിക്കരിച്ചവരാണ് നിങ്ങൾ, തന്നിഷ്ടക്കാരാണ് നിങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ആക്ഷേപിക്കുകയാണ്. വലാ തുകല്ലിമൂൻ, നിങ്ങൾ എന്നോട് മിണ്ടി പോവരുത്, നിങ്ങൾ എന്നോട് സംസാരിച്ചു പോവരുത്. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നഹു കാന ഫരീഖുൻ മിൻ ഇബാദി, എന്റെ അടിമകളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. യഖൂലൂൻ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആമന്ന, ഈ ലോകമൊക്കെ വിശ്വസിച്ചപ്പോഴും റബ്ബേ, നിന്റെ ദീനിലും നിന്റെ പ്രവാചകനിലും ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. വർഹംനാ ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, അബദ്ധങ്ങൾ ഞങ്ങളും ചെയ്തിട്ടുണ്ട്, മാപ്പാക്കണേ. വർഹംനാ, ഞങ്ങളോട് കരുണ കാണിക്കണേ. വഅൻത ഖൈറുർ റാഹിമീൻ, ഞങ്ങളോട് കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമമായി കരുണ കാണിക്കുന്നത് നീയല്ലേ, നീയല്ലേ ഞങ്ങളുടെ സ്രഷ്ടാവ്, നീയല്ലേ ഞങ്ങൾക്ക് ഈ കണ്ട അനുഗ്രഹങ്ങൾ മുഴുവനും നൽകിയത്, നിന്നിലിതാ ഞങ്ങൾ വഴിപ്പെടുന്നു എന്ന് യാതൊരു അഹങ്കാരവും ഇല്ലാതെ എനിക്ക് വഴിപ്പെട്ട ഒരു കൂട്ടം അടിമകൾ ദുനിയാവിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ. ഫത്തഖത്തുമൂഹും സിഖ്രിയ, അവരെ നിങ്ങൾ പരിഹസിച്ചല്ലോ, അവരെ നിങ്ങൾ ആക്ഷേപിച്ചല്ലോ, അവർ എന്റെ മതത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, എന്റെ പ്രവാചകൻ അംഗീകരിച്ചതിന്റെ പേരിൽ അവരെ നിങ്ങൾ പരിഹാസ കഥാപാത്രമാക്കിയിരുന്നില്ലേ. ഹത്താ അൻസൗകും ദിക്രി, അവരെ പരിഹസിച്ച് നിങ്ങൾ എന്നെ ഓർക്കാൻ മറന്നുപോയി. അവരെ പരിഹസിച്ച്, ദീനിനെ പരിഹസിച്ച്, ഇസ്ലാമിനെ പരിഹസിച്ച് നിങ്ങൾ എന്നെ കുറിച്ചും എന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും മറന്നുപോയി. വകുൻതും മിൻഹു തദ്ഹഖൂൻ, നിങ്ങൾ അവരെ കോർത്ത് ചിരിക്കുകയായിരുന്നല്ലോ, അവരെ ആക്ഷേപിച്ച് ചിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് പറയുന്ന ഒരു വാചകം നോക്കൂ, ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു. ഈ പരിഹാസത്തിന്റെ കുത്തൊഴുക്കിലും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആ പരിഹാസമാക്കുന്നവരുടെ മുമ്പിൽ തങ്ങളുടെ ദീനിനെ കാത്തു സൂക്ഷിച്ച് ക്ഷമിച്ചു നിന്നവരായ ആളുകളുണ്ടല്ലോ, ഇന്നി ജസൈതുഹും, ഞാൻ അവർക്കിതാ പ്രതിഫലമായി നൽകിയിട്ടുണ്ട്, അല്ലയോ ഇന്നേ ദിവസം, ബിമാ സബറു, അവരുടെ ക്ഷമക്ക് പകരമായി, അന്നഹും ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവർ തന്നെയാണ് വിജയികൾ. അന്നഹും, തീർച്ചയായും അവർ തന്നെയാണ് അൽ ഫായിസൂൻ, വിജയം പ്രാപിച്ചവരായ ആളുകൾ. പിന്നീട് അവരുടെ ഒരു ലോകത്തെ കുറിച്ച് പ്രമാണങ്ങൾ പറയുന്നുണ്ട്. നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഭീകരമായ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ ആ അവസ്ഥകൾക്ക് നേരെ വിരുദ്ധമായ സുഖാനുഗ്രഹങ്ങളുടെ ഒരു മഹാലോകത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വരും വെള്ളിയാഴ്ചകളിൽ ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. നമ്മുടെ കാലാവസ്ഥ അല്പം പ്രയാസകരമായ രൂപത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. സമയത്ത് വിശ്വാസി എന്ന അർത്ഥത്തിൽ
നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് താണുകേട് പറയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചത്. പ്രവാചകൻ വെള്ളിയാഴ്ച മദീനത്തെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു വ്യക്തി കടന്നു വരികയുണ്ടായി. മദീന, പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തസ്ഖി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മഴയെ തേടണം. ഫനദറ ഇല സമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കി. വമാ നറാ മിൻ സഹാബ്, ആ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടി ആളുകൾ ആകാശത്തിലേക്ക് നോക്കുകയാണ്. ഈ രൂപത്തിലുള്ള റൂഫൊന്നും വന്നില്ലല്ലോ. മുകളിലേക്ക് നോക്കിയാൽ ആ പനയോല പാഴയുടെ ഇടങ്ങളിലൂടെ ആകാശത്തെ വ്യക്തമായി കാണാം. വമാ നറാ മിൻ സഹാബ്, ആകാശത്ത് ഒരു മഴമേഘങ്ങളും ഞങ്ങൾ കണ്ടിരുന്നില്ല. ഫസ്തസ്ഖാ, പ്രവാചകൻ ആ മിമ്പറിൽ നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി. ഫനശഅ അസ്സഹാബു ബഅദുഹു ഇലാ ബഅദിൻ, പെട്ടെന്നതാ ഓരോ ഭാഗത്തു നിന്നായി മഴമേഘങ്ങള് മദീനക്ക് മുകളിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. സുമ്മ മുതിറു, പിന്നീട് ആ മഴമേഘങ്ങൾ താഴേക്ക് പെയ്തിറങ്ങി. ഹത്താ സാലത്ത്, അതങ്ങനെ ഒഴുകി മദീനയിലെ തെരുവുകളിലൂടെ ഒഴുകി ആവശ്യത്തിനുള്ള വെള്ളമായി. ഫമാ സാലത്തിൽ ജുമഅത്തിൽ മുഖ്ബില, പക്ഷെ ആ മഴ അവസാനിച്ചില്ല, അതങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു. ആവശ്യത്തിലധികമായി നാശനഷ്ടങ്ങൾ ഉണ്ടായി, കൃഷികളെല്ലാം നശിക്കാൻ തുടങ്ങി, ആളുകൾ ഭീഷണിയിലായി. വമാ തുഖ്ലിഅ, ആ മഴ അവസാനിച്ചില്ല. ثم قام ذلك الرجل او غيره, ആ വ്യക്തിയോ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയാണ്, അയാൾ തന്നെയോ അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്വഹാബിയോ പിറ്റത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബ്, പ്രവാചകൻ മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ, ഗരിഖ്നാ യാ റസൂലല്ലാഹ്, റസൂലേ, ശക്തമായ മഴ മൂലം ഞങ്ങൾ ഇതാ മുങ്ങിപ്പോവുകയാണ്. ഫദ്ഉ റബ്ബക യഹ്ബിസ്ഹാ അന്നാ, അങ്ങയുടെ റബ്ബിനോട് അങ്ങൊന്ന് പ്രാർത്ഥിക്കണം ഈ മഴയെ അവസാനിപ്പിച്ചു തരാൻ. ഫവഹിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഹവാലൈനാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റിലേക്കും ഈ മഴയെ നീ മാറ്റി തരുന്നേ. വലാ അലൈനാ, ഞങ്ങളുടെ മേലല്ല, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ജലമായി. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് വേണ്ട റബ്ബേ, ഈ മഴ ലഭിക്കാത്ത ഈ ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഈ മഴയെ നീ നീക്കിത്തരണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. വമാ യുംതിറു മിൻഹാ ശൈഉൻ, അതോടുകൂടി ആ മഴ അവസാനിച്ചു കൊടുന്നനെ. യുരീഹിമുല്ലാഹു കറാമത നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ, ഉടനടി കിട്ടിയ ആ ഉത്തരം കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി വരിക, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങളുടെ ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് നീക്കി ഈ മഴയുടെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതോടൊപ്പം ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എടുക്കണം. ശക്തമായി കുത്തിയൊലിക്കുന്ന വെള്ളങ്ങളിലേക്കൊക്കെ കുട്ടികൾ യാതൊരു മടിയുമില്ലാതെ ആ വെള്ളത്തിന്റെ സ്വഭാവമോ ആ പ്രദേശത്തിന്റെ സ്വഭാവമോ ചുഴികളെ കുറിച്ചൊന്നും അറിയാതെ എടുത്തുപോയി ഭീകരമായി തങ്ങളുടെ ആവേശം കാണിക്കാനും റീൽസ് ആക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വിഡ്ഢിത്തമാണ്. അള്ളാഹു നൽകിയ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളതാണ്. നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കുകയും സമൂഹത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, മഴ മൂലമുള്ള പ്രയാസങ്ങൾ, അത് വരൾച്ച മൂലമാണെങ്കിലും ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിയാനും സഹായിക്കാനും നമ്മൾ സജീവമായി ഉണ്ടാവണം. പ്രത്യേകിച്ച് ഭൂമികളുടെ ഉടമകളായ ആളുകളോട് പറയട്ടെ, ഈ സമയത്ത് റോഡരികിലൊക്കെ നമുക്ക് സ്ഥലം ഉണ്ടാവും. നമ്മുടെ പറമ്പിൽ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും അതിന്റെ മറ്റു വസ്തുക്കളും ഒക്കെ ആളുകൾക്ക് പ്രയാസകരമായി മാറിയിട്ടുണ്ടാവും. നടന്നു പോകുന്ന യാത്രക്കാർക്കും വാഹനത്തിൽ പോകുന്നവർക്കും അത് അപകടകരമായി മാറിയിട്ടുണ്ടാവും. തെങ്ങിൽ തേങ്ങയുണ്ടാകും, അതൊന്ന് വലിച്ച് ആളുകൾക്ക് ആ ഉപദ്രവകരമല്ലാത്ത രൂപത്തിൽ അവരുടെ വഴികളിൽ നിന്ന് ആളുകളുടെ ഉപദ്രവം നീക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ആരുടെ ഉപദ്രവമാണെങ്കിലും നീക്കൽ ഈമാന്റെ ഭാഗമാണ്. നമ്മളെന്നെ ഉപദ്രവം ഉണ്ടാക്കണമെങ്കിൽ എത്ര ഭീകരാണ്. എന്തിനാണ് 4 തേങ്ങ, എന്തിന് ഈ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന 4 തേങ്ങ കണ്ടിട്ട് നമ്മുടെ ദാരിദ്ര്യം മാറും. ചില ആളുകൾക്ക് എത്ര കെയർലെസ് ആണെന്നറിയാം വിഷയത്തിൽ. എത്ര അപകടങ്ങൾ അതുകൊണ്ടുണ്ടാകുന്നത്. യാത്രക്കാരായ ആളുകളുടെ മുകളിലേക്കും മറ്റുമൊക്കെ ഈ പൊട്ടി വീടുകൊണ്ട്
അതേപോലെ ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക്, ലൈനുകളിലേക്കൊക്കെ സാധനം കൊണ്ടുകൊണ്ട് ആളുകൾക്ക് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. സർക്കാരിന്റെ മുമ്പിലുള്ള മറുപടിയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, കൂടുതൽ അള്ളാഹുവിന്റെ മുമ്പിലുള്ള മറുപടിയാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മുടെ പറമ്പുകളിലും മറ്റുമൊക്കെയുള്ള മഴ മൂലം മറ്റുള്ളവർക്ക് ഭീകരമാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ പരിഹാരം കാണണം. നമ്മുടെ സ്ഥലം കൊണ്ട്, നമ്മുടെ പറമ്പ് കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ മഴയെ ഉപകാരപ്രദമായ മഴയാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.